ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനിന്നുണ്ടല്ലോ എൻ്റെ ഒരു ഫുഡിൻ്റെ ഓർഡറിൻ്റെ കണക്കുന്ന ഒരു 4 kg ബിരിയാണിൻ്റെ ഓർഡർ ഉണ്ടോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം ഞാൻ ഒരു നാൾക്ക് മുന്നേ തന്നെ കൊടുത്തിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ച തയർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുമ്പോൾക്ക് പീടിയൊക്കെ പോകുന്ന ബൈക്ക് തന്നെ ഒരു മാങ്ങൻ്റെ ഉണ്ടല്ലോ വലിയൊരു ഗോഡൻ കണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് 100 രൂപയ്ക്ക് കുറച്ച് മാങ്ങ മേങ്ങി ഞങ്ങൾ. അപ്പോൾ ഇത്ര മാങ്ങ കിട്ടീന്. അതുപോലെ പച്ചക്കറിയും അതിന് വേണ്ട സാധനം ബിരിയാണിക്ക് വേണ്ട സാധനം എല്ലാം മേങ്ങിയിട്ട് ഒരു നാൾക്ക് മുന്നേ തന്നെ എല്ലാം കൊടുന്നിട്ട് കയറ്റും എല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോറാക്കി വെക്കുന്നത് ഞാൻ. ഇല്ലെങ്കിൽ അന്നാകുമ്പോൾ ഓർഡർ ഇരിക്കുമ്പോൾ പോയിട്ട് കൊണ്ടുവരണമല്ലോ ബുദ്ധിമുട്ടാണെന്നല്ല, അതിന് വേണ്ടിയിട്ട് വരുന്ന മുന്നേ തന്നെ എല്ലാം കൊടുന്ന് റെഡി ആക്കിയിട്ട് വെച്ചോളുന്നത്. അങ്ങനെ ഉണ്ടല്ലേ ഇതെല്ലാം ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. പിന്നെ എന്തറിയോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ ഒരു ഓർഡർ കിട്ടിയ എനിക്ക് പൊരിയപ്പവും പിന്നെ ചട്ടിപ്പത്തറും അത് ബേക്കറിക്ക് കൊടുക്കാനുള്ളത്. അതിൻ്റെതും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിന്. പൊരി നിങ്ങൾ കണ്ടല്ലേ, അത് പൊരിയപ്പവും ഇതിന് വേണ്ടിയിട്ടുള്ള ഈ മുട്ട അതിനായിട്ട് കൊടുക്കുന്നത് തന്നെ ചട്ടിപ്പത്തർ പൊരിയപ്പത്തിനായിട്ട്. ഈ പിന്നല്ലേ ഈ മുട്ടൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ മീസെല്ലാം മേങ്ങി. ഇത് നമുക്ക് മുട്ട വെച്ചിട്ടുണ്ട് ഏയില വേണം കൊണ്ടുപോകാനാണ്. മുട്ട പൊട്ടുന്നില്ല. 20 മുട്ട വെക്കാനാണ് അതിൽ. നല്ല കുസിയാണ് അതിൽ മുട്ട വെക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ പച്ചമുളകും ഇഞ്ചും വെള്ളുള്ളിയും പേസ്റ്റും എല്ലാം റെഡിയാക്കി. പിന്നെ ഞാൻ ഉള്ളിയെല്ലാം തൊല്ലുന്നത് കാണിച്ചിനല്ലേ, അതെല്ലാം കട്ടാക്കുന്നത് എനിക്ക് കാണിച്ചില്ല. വീഡിയോ വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ അങ്ങ് നോക്കുന്ന അത്ര ഇൻട്രസ്റ്റ് ആണെന്നല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഞാൻ കട്ടാക്കിന്. അപ്പോൾ ഉള്ളി കുറച്ച് വെന്തിട്ട് വരുമ്പോൾ ഉപ്പെല്ലാം ഇട്ടിട്ട് ഉണ്ടല്ലേ ടൊമാറ്റോ ഇട്ടിട്ട് അത് കുറച്ച് വേവുമ്പോൾക്ക് കുക്കർ മൂടി വെച്ചിട്ടുണ്ടല്ലോ 3 ബിഗിളാക്കുന്നു ഞാൻ. 3 ബിഗിളാക്കിയെങ്കിൽ നല്ല പേസ്റ്റ് പോലെ നല്ല വേവുന്നല്ലേ. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നിരിക്കും എന്താ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുന്നത്. കുക്കറിൽ വെക്കാൻ കാരണം എന്തറിയോ, ഇത് എനിക്ക് ഓർഡറുള്ള ബിരിയാണി വെക്കും. അപ്പോൾ BMB ആവനുമാണോ അതും അല്ലാണ്ട് ഫ്രൈ ബിരിയാണിക്കാകുമ്പോൾ നല്ല സ്മൂത്തിൽ വെന്തിട്ട് കിട്ടിയെങ്കിൽ നല്ല ഭയങ്കര ടേസ്റ്റ്. അത് നിങ്ങൾക്ക് ആക്കിയിട്ട് നോക്കി അങ്ങനെ അറിയും അത്ര. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഉണ്ടല്ലോ മസാല പുരട്ടിയിട്ട് വെച്ചിന്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കബാബ് കുറച്ച് ഇട്ടിട്ട് പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റെല്ലാം ഇട്ടിട്ട് മസാല പുരട്ടി വെച്ചിന്. ഇത് 2 മണിക്കൂറായി. ഞാൻ ഫസ്റ്റ് ഇതന്നെ ആക്കിയത് കബാബിന് മസാല ആക്കി വെച്ചത്. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആക്കി 2 ഊറി ഇട്ടിട്ട് 4.5 kg ഉണ്ട് കോഴിയിൽ. അപ്പോൾ ഇത് നല്ലോണം ഞാൻ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലേ, 2 ഊറിയിട്ട് ഫ്രൈ ആക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ വേവിച്ച ഞാൻ ഇതിൻ്റെ ചോറ് ദമ്മിടുന്ന പാത്രം ഇതിൽ തന്നെ ഞാൻ അടിയിൽ മസാല ആക്കിയിട്ട് മീത്തൊക്കെ ചോറ് ദമ്മിടുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റെല്ലാം ഇട്ട് പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, ബിരിയാണി മസാല, ജീരകത്തിൻ്റെ പൊടി, വടസപ്പിൻ്റെ പൊടി, അതുപോലെ കസൂരി മേത്തി മെയിനായിട്ട് ബിരിയാണിക്ക് ഇടേണ്ടതേ സാധനം. അത് ഇട്ടെങ്കിൽ മാത്രം ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടും അത്ര. ഒരു മണവും അത് ഭയങ്കരമായിട്ട് ബിരിയാണിക്കൊരു സ്മെൽ കിട്ടുന്ന അതൊരു നല്ല മണം തന്നെ. അപ്പോൾ ഞാൻ മസാല എല്ലാം മിക്സ് ആക്കി ഒരു 10 മിനിറ്റ് ചൂടാക്കി. അപ്പോഴേക്ക് എൻ്റെ ഗ്യാസിന് എന്തോ ഒരു പ്രോബ്ലം പോലെ കാണും, ചെറുതായിട്ട് കത്താൻ തുടങ്ങി. അങ്ങനെ ഞാനുണ്ടല്ലോ അത് എനിക്ക് ഈ 4.5 kg ബിരിയാണി ആകുമ്പോൾ ഉണ്ടല്ലോ അത് കുറേ തണ്ണിയെല്ലാം തിളക്കാൻ കുറേ പണി പിടിക്കുന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനൊന്ന് നേരാക്കിയിട്ട് പിന്നെ സുറുന്ന് തണ്ണിയും വെച്ച്. പിന്നെ ഞാൻ കക്കരിക്കതെല്ലാം എൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് കാണിച്ചിനല്ലോ, കുക്കറിൽ ഉള്ളി വേവാൻ വെച്ചിട്ടാകുമ്പോൾ തന്നെ കക്കരിക്കെല്ലാം ഞാൻ ഇതാക്കിയിട്ടത് ചോപ്പറിൽ ചോപ്പാക്കിയിട്ടത്. ഞാൻ കട്ടാക്കാൻ പോകുമ്പോൾ കുറേ ലേറ്റാണെന്നല്ല, അതിന് വേണ്ടി ചോപ്പാക്കിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെറുതായിട്ട് കട്ടായിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണെന്നല്ലോ. അങ്ങനെ ആക്കി അതിന് തയ്യാറെല്ലാം വെച്ച് ഉപ്പെല്ലാം ഇട്ട് നോക്കി വെച്ച്. അപ്പോൾ കച്ചമ്പറൊന്ന് റെഡിയായി. അതുപോലെ എൻ്റെ ചോറും കൂടെ വെന്തോണ്ട് വന്നിന്. അതിലേക്ക് ഞാൻ 4 പച്ചമുളകും ഒരു നാരങ്ങപ്പുളിയും ഒരു ലിമ്പയും കുറച്ചും സൺഫ്ലവർ എണ്ണ ഒരു 2 ചമച്ച ഇട്ട് അത് ചോറ് വേറെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിമ്പ പിന്നെ ഇതിടുന്ന എന്തിനറിയോ എണ്ണ ഒഴിക്കുന്നത്. ചോറ് ഒന്നൊന്നായിട്ട് നിൽക്കാൻ വേണ്ടി എത്ര ബന്ധം ചോറ് ഒറ്റട്ടായിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കുന്നത്. പിന്നെ ഞാൻ ചോറിന് ദമ്മിട്ടുകൊണ്ട് വെന്ത ചോറിനെല്ലാം ഞാൻ തെളി പോകുന്ന പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാർന്ന് പിന്നെ ഉണ്ടല്ലേ ഇതെല്ലാം ദമ്മിട്ടനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോറ് മസാലയൊക്കെ ദമ്മിടുമ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡുണ്ടെങ്കിൽ അതുകൊണ്ടിട്ട് എനിക്ക് കാണിക്കാനായിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഓണാക്കി നോക്കിയിട്ട് പിന്നെ നെയ്യും എണ്ണയും കുറച്ചുണ്ടല്ലോ തിളപ്പിച്ച് വെച്ചത്. ഇത് ഞാൻ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുള്ളത് നെയ്യും എണ്ണ മിക്സാക്കി വെച്ചത്. അതുപോലെ ഇങ്ങനെ കുറേ ചോറെല്ലാക്കുമ്പോൾ കുറച്ച് ഏറെ നെയ്യും എണ്ണെല്ലാം ഇട്ടില്ല കൊണ്ടല്ലോ ചോറ് വങ്ങിയ മാതിരിക്കാന്നല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓർഡർ കൊടുക്കുന്നതല്ല, അപ്പോൾ എനിക്ക് ഓർഡർ തരണമല്ലോ. നിങ്ങൾക്കും ഇതുപോലെ ഫുഡാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടല്ലേ ഔത്തിങ് തന്നെ ചെറിയ ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ ആക്കിയിട്ട് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് വലിയ ഓർഡറെല്ലാം കിട്ടുന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇപ്പോൾ ഇങ്ങനെ പോയിക്കോണുണ്ട് ചെറുതായിട്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് ഇങ്ങനെ മുന്നേക്ക് പോയും കുറച്ച് വലുതാക്കണമെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചോറെല്ലാം ദമ്മിട്ടിട്ടായി.
ഇപ്പോൾ ഞാനും എൻ്റെ മോനും കൂടിയിട്ടുണ്ടല്ലോ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ദമ്മിടാൻ പോകുന്നത്. ദമ്മ് 20 മിനിറ്റ് ഇങ്ങനെ ഗ്യാസ് ചെറുതാക്കിയിട്ട് വെച്ചെങ്കിൽ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് എനിക്ക് ചോറിനൊന്നും കാണിക്കാനായിട്ടില്ല. ഓക്കെ, ഞാൻ അതിനൊരുക്ക ബിരിയാണി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾക്കായിട്ട് ബിരിയാണി വെക്കും, ഞാൻ കാണിച്ചു തരാം. ദമ്മ് ബിരിയാണി, ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ദം ബിരിയാണി ആക്കിയത്. അങ്ങനെ ഞാനിങ്ങനെ ചോറെല്ലാം തമ്മിട്ടിട്ടായിട്ട് പിന്നെ ഗാഡിയിൽ വെച്ചിട്ട് ചോറും കടത്തി. എനിക്ക് 1 മണീൻ്റെ ഉള്ളിൽ ചോറ് കറി എല്ലാം ആണ്. പിന്നെ ഞാൻ ഒറ്റക്കല്ലാക്കുന്നത്. അപ്പോൾ മോൾ ഡ്യൂട്ടിക്ക് പോയിനി. അതുകൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഇനൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.